കുടുംബാധിപത്യത്തെ വിമർശിച്ച ശശി തരൂരിന്റെ ലേഖനത്തെക്കുറിച്ചുള്ള ചോദ്യത്തോട് പ്രതികരിക്കാതെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. നെഹ്റു കുടുംബമാണ് രാഷ്ട്രീയ നേതൃത്വം ജന്മാവകാശമാണെന്ന ധാരണയുണ്ടാക്കിയതെന്നായിരുന്നു തരൂരിന്റെ വിമർശനം. കുടുംബവാഴ്ചയ്ക്ക് പകരം കഴിവിനെ അംഗീകരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നായിരുന്നു കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ച ശശി തരൂരിന്റെ ലേഖനത്തിൽ പറയുന്നത്. നേതാക്കളെ യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുക്കുന്ന രീതി വരണം. ഇതിനായി വോട്ടർമാർക്ക് വിദ്യാഭ്യാസം നൽകുവാനും ശാക്തീകരിക്കാനുമുള്ള കൂട്ടായ പരിശ്രമം ആവശ്യമാണെന്നും കുടുംബവാഴ്ച ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഭീഷണി എന്ന ലേഖനത്തിൽ തരൂർ ചൂണ്ടിക്കാട്ടുന്നു. പി ജി സജിത്ത് നൽകും കൂടുതൽ വിശദാംശങ്ങൾ. സജിത്ത്, ഇന്നലെ വന്ന ലേഖനമാണ്. ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും കുടുംബാധിപത്യം പറയുന്നുവെങ്കിലും തുടക്കം നെഹ്റു കുടുംബം എന്ന് പറയുന്നത് കോൺഗ്രസിന് ക്ഷീണമുണ്ടാക്കുന്നതാണല്ലോ. കോൺഗ്രസിനെ വെട്ടിലാക്കിയാണ് തരൂരിന്റെ ലേഖനം എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം BJP ദേശീയ തലത്തിൽ തന്നെ കോൺഗ്രസിനെതിരെ ഉന്നയിക്കുന്ന ആക്ഷേപമാണ് കോൺഗ്രസിലെ കുടുംബാധിപത്യം. പ്രത്യേകിച്ച് നെഹ്റു ഗാന്ധി കുടുംബങ്ങളെ വലിയ രീതിയിൽ വിമർശിച്ചുകൊണ്ട് BJP പരമ്പരാഗതമായി രംഗത്ത് വരികയാണ്. ആ പ്രചരണം ശശി തരൂർ കൂടി ഏറ്റെടുത്തു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ ലേഖനത്തിൽ നെഹ്റു കുടുംബത്തെ മാത്രമല്ല മറ്റു കുടുംബങ്ങളിലെയും മറ്റു രാഷ്ട്രീയ പാർട്ടികളെയൊക്കെ പരാമർശിക്കുന്നുണ്ടെങ്കിലും അതിൽ തുടക്കമിട്ടത് നെഹ്റു കുടുംബമാണ് എന്ന കാര്യം പ്രത്യേകിച്ച് തരൂർ പറയുന്നുണ്ട്. അതായത് രാഷ്ട്രീയ നേതൃത്വം ജന്മാവകാശമാണെന്ന ധാരണ ഉണ്ടാക്കിയത് നെഹ്റു ഗാന്ധി കുടുംബമാണ് എന്നതാണ് അദ്ദേഹം ഉന്നയിക്കുന്ന ആക്ഷേപം. മാത്രമല്ല രാഷ്ട്രീയത്തിലെ കുടുംബവാഴ്ച ഇന്ത്യൻ ജനാധിപത്യത്തിന് ഭീഷണിയാണ് എന്നതാണ് ഈ വാർത്തയുടെ തലക്കെട്ട്, ഈ ലേഖനത്തിൻ്റെ തലക്കെട്ട് തന്നെ. ഇങ്ങനെ ആണ് അദ്ദേഹം പരാമർശിച്ചു പോകുന്നത്. ഇതിൽ ഇന്ത്യയിലെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ, പ്രാദേശിക പാർട്ടികൾ അടക്കമുള്ളവരെ അദ്ദേഹം അവരുടെ കുടുംബവാഴ്ചയെ ഒക്കെ പരാമർശിച്ചു പോകുന്നുണ്ടെങ്കിൽ കൂടിയും രൂക്ഷമായി കോൺഗ്രസിനെ പരാമർശിക്കുന്നുണ്ട്. ഇതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, നമുക്കറിയാം AICC അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിച്ച് പരാജയപ്പെട്ട വ്യക്തിയാണ് തരൂർ. അതുകൊണ്ട് തന്നെ ഈ രാഷ്ട്രീയ പാർട്ടികളിലെ തെരഞ്ഞെടുപ്പ് രീതിയെ തന്നെ തരൂർ ഈ ലേഖനത്തിലൂടെ ചോദ്യം ചെയ്യുന്നുണ്ട് എന്നതാണ്. ഈ നേതൃത്വ തെരഞ്ഞെടുപ്പ് ഒട്ടും സുതാര്യമല്ല. ചെറിയൊരു സംഘമോ അല്ലെങ്കിൽ ഒരു നേതാവ് തന്നെയോ തീരുമാനമെടുക്കുന്ന രീതിയിലേക്ക് പോകുന്നു. ഈ രീതിക്ക് മാറ്റമുണ്ടാവണം. ഇത് കുടുംബാധിപത്യത്തിൻ്റെ തുടർച്ചയാണ്. രാഷ്ട്രീയത്തിൽ പണം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ദീർഘകാലങ്ങളായി അധികാരത്തിലിരിക്കുന്ന ഈ രാഷ്ട്രീയ പാർട്ടികൾ അല്ലെങ്കിൽ ഈ കുടുംബങ്ങൾ വലിയ രീതിയിലുള്ള പണം ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ പണം ഇവർ ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് വിനിയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. നെഹ്റു ഗാന്ധി കുടുംബത്തെ ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയാണ് തരൂർ ഈ പരാമർശം നടത്തിയിരിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. ഇതടക്കം വലിയ രീതിയിലുള്ള കാര്യങ്ങൾ ഈ ലേഖനത്തിലൂടെ തരൂർ പരാമർശിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ശശി തരൂർ ഇത്തരമൊരു ലേഖനം എഴുതുന്നത് കോൺഗ്രസിനെ വെട്ടിലാക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. അല്പസമയം മുമ്പ് വി.ഡി. സതീശനോട് തിരുവനന്തപുരത്ത് വെച്ച് ഇത് സംബന്ധിച്ച പ്രതികരണം മാധ്യമങ്ങൾ ആരാഞ്ഞെങ്കിൽ കൂടിയും ഇത് സംബന്ധിച്ച പ്രതികരണത്തിന് അദ്ദേഹം തയ്യാറായിട്ടില്ല. കാരണം തരൂർ പൊതുവിൽ അദ്ദേഹം ഉടക്കൊക്കെ മാറ്റിവെച്ച് നേതൃത്വവുമായി സഹകരിച്ച് മുന്നോട്ട് പോകുന്നു എന്ന തോന്നൽ ഉളവാക്കിയതിന് ഇടയിലാണ് തരൂരിൻ്റെ ഈ ലേഖനം പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെയാവണം ഇക്കാര്യത്തിൽ മൗനം പാലിക്കാനുള്ള കോൺഗ്രസ് നേതൃത്വത്തിന്റെ തീരുമാനം. തീർച്ചയായും സജിത്ത്, അതോടൊപ്പം തന്നെ ഈ കുടുംബവാഴ്ചയ്ക്ക് പകരം കഴിവിനെ അംഗീകരിക്കണമെന്ന് പറയുന്നതും കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുന്നുണ്ടല്ലോ അല്ലേ? നേരത്തെ തന്നെ ഈ വിഷയം BJP അടക്കം ഉന്നയിക്കുന്നതാണ്. കാരണം ഇങ്ങനെ തുടർച്ചയായ ആളുകൾ മാറി മാറി പോകുന്നത് ശീലം ഉണ്ടാക്കിയത് നെഹ്റു കുടുംബമാണ്, ഗാന്ധി കുടുംബമാണ്. ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തിൻ്റെ പിന്നീട് അദ്ദേഹത്തിൻ്റെ പുത്രി രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാവുന്നു. തുടർന്ന് അദ്ദേഹത്തിൻ്റെ മകനാകുന്നു. ഒടുവിൽ പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും അടക്കം വരുന്ന ഒരു നിര. ഈ ശൈലി തുടക്കമിട്ടത് നെഹ്റു ഗാന്ധി കുടുംബമാണ്. അതിനെതിരായി BJP ദീർഘനാളുകളായി പ്രചരണം നടത്തുന്നതാണ്. അതേ തന്നെ തരൂരും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് പ്രധാനപ്പെട്ട രീതി. രാജ്യത്ത് നിരവധി പ്രാദേശിക പാർട്ടികളിലും ദേശീയ പാർട്ടികളിലുമൊക്കെ ഈ കുടുംബാധിപത്യം പ്രകടമാണെങ്കിലും ഇതിൻ്റെ തുടക്കമിട്ടത് നെഹ്റു ഗാന്ധി കുടുംബമാണ് എന്ന കാര്യമാണ് അദ്ദേഹം പറയുന്നത്. ഒപ്പം തന്നെ പാർട്ടിയിലെ സംഘടനാ തെരഞ്ഞെടുപ്പ് രീതി അദ്ദേഹം പരാമർശിക്കുന്നു. കുടുംബാധിപത്യത്തിന് പ്രാധാന്യം നൽകുമ്പോൾ കഴിവ് പരിഗണിക്കപ്പെടാതെ പോകുന്നു എന്ന കാര്യം കൂടിയാണ് തരൂർ ഇക്കാര്യത്തിൽ വിമർശനമായി ഉന്നയിച്ചിരിക്കുന്നത്. ഞാൻ ആ പാരഗ്രാഫ് ഒന്ന് വായിക്കാം. ലേഖനത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: പതിറ്റാണ്ടുകളായി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നെഹ്റു ഗാന്ധി കുടുംബം തല ഉയർത്തി നിൽക്കുന്നു. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു, പ്രധാനമന്ത്രിയായിരിക്കുന്ന ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി, നിലവിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, പ്രിയങ്ക വദ്ര എന്നിവരുൾപ്പെടുന്ന നെഹ്റു ഗാന്ധി കുടുംബത്തിന്റെ സ്വാധീനം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രവുമായി ഇഴചേർന്നിരിക്കുന്നതാണ്. എന്നാൽ രാഷ്ട്രീയ നേതൃത്വം ഒരു ജന്മാവകാശമാണെന്ന ധാരണയ്ക്ക് ഇത് അടിത്തറയിട്ടു. ഈ ആശയം ഇന്ത്യയിലെ എല്ലാ പാർട്ടികളിലും എല്ലാ പ്രദേശങ്ങളിലും എല്ലാ തലത്തിലുമുള്ള രാഷ്ട്രീയത്തിലേക്ക് വ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നുവെന്നാണ് അദ്ദേഹത്തിന്റെ ലേഖനത്തിലെ ആദ്യ പാരഗ്രാഫ്. അതേപോലെ അവസാന പാരഗ്രാഫും വളരെ ശ്രദ്ധേയമാണ്. അതുകൂടി ഒന്ന് വായിക്കാം. അതിങ്ങനെയാണ്: കുടുംബവാഴ്ചയ്ക്ക് പകരം കഴിവിനെ അംഗീകരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇതിന് നിയമപരമായി
നിർബന്ധിതമായ കാലാവധി ഏർപ്പെടുത്തുന്നത് മുതൽ അർത്ഥവത്തായ ആഭ്യന്തര പാർട്ടി തെരഞ്ഞെടുപ്പുകൾ നിർബന്ധമാക്കുന്നത് വരെയുള്ള അടിസ്ഥാനപരമായ പരിഷ്കാരങ്ങൾ ആവശ്യമാണ്. ഒപ്പം യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ നേതാക്കളെ തെരഞ്ഞെടുക്കാൻ വോട്ടർമാർക്ക് വിദ്യാഭ്യാസം നൽകാനും ശാക്തീകരിക്കാനുമുള്ള കൂട്ടായ പരിശ്രമം വേണം. ഇന്ത്യൻ രാഷ്ട്രീയം ഒരു കുടുംബ സംരംഭമായി തുടരുന്നിടത്തോളം കാലം ജനാധിപത്യത്തിന്റെ യഥാർത്ഥ വാഗ്ദാനമായ ജനങ്ങളാൽ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ ഭരണം പൂർണ്ണമായി യാഥാർത്ഥ്യമാക്കാൻ കഴിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ വിഷയത്തിലാണ് ഇപ്പോൾ വലിയ അമർഷം കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നത്. വി ഡി സതീശന്റെ അടക്കം പ്രതികരണം തേടിയിട്ട് പോലും അദ്ദേഹം മിണ്ടാതെ പോകുന്ന സാഹചര്യമാണ് നമ്മൾ കണ്ടത്. പി ജി സജിത്താണ് വിവരങ്ങൾ നൽകിയത്.